ഒരു വീണ്ടെടുപ്പുകാരന്റെ യോഗ്യതകൾ എന്താണ്? What are the qualities of a redeemer? ദൈവം ഇസ്രായേലിന് പ്രമാണം കൊടുത്തപ്പോൾ When the law was given to Israel, അവരോട് പറഞ്ഞു, and they said to him, ഒരു വീണ്ടെടുപ്പുകാരന് a redeemer, 4 യോഗ്യതകൾ there are ഉണ്ടായിരിക്കും. 4 qualities of a redeemer. ഒരു വീണ്ടെടുപ്പുകാരന് A redeemer, 4 യോഗ്യതകൾ ഉണ്ടായിരിക്കും. there are 4 qualities to a redeemer. ഒന്ന്, അവൻ നിങ്ങളുടെ ചാർച്ചക്കാരൻ, സ്വന്തക്കാരൻ, ബന്ധുക്കാരനായിരിക്കണം. Firstly, he must be your kinsman or a relative. ചാർച്ചക്കാരനായിരിക്കണം. He must be a relative. 2, Secondly, അവൻ മനസ്സുള്ളവനായിരിക്കണം. he should have a heart to serve. എന്നുവെച്ചാൽ ചാർച്ചക്കാരനായ പോരാ, അവന്റെ ഹൃദയത്തിൽ നിന്നെ ഒന്ന് വീണ്ടെടുക്കണമെന്നൊരു ആഗ്രഹം, മനസ്സുണ്ടായിരിക്കും. Amen. He should be someone who has a desire to redeem you. എനിക്ക് എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് മനസ്സില്ല സഹായിക്കാൻ. Amen. Some people have everything but they don't have a heart to help. പക്ഷേ വീണ്ടെടുപ്പുകാരൻ അങ്ങനെ ആയിരിക്കരുത്. But a redeemer is somebody who has a heart to help. അവന് കഴിവുണ്ടായിരിക്കണം. He must be able. അവൻ ചാർച്ചക്കാരനായിരിക്കണം. He must be a relative. അപ്പോൾ തന്നെ അവൻ മനസ്സുണ്ടായിരിക്കണം. And at the same time he must have a heart to help. വീണ്ടെടുപ്പുകാരന്റെ മൂന്നാമത്തെ പ്രത്യേകത, The third quality of a redeemer, അവൻ സമ്പന്നനായിരിക്കണം. he must be a rich man. നാലാമത്തെ കാര്യം, And for the fourth thing, അവൻ ഇതിനു വേണ്ടി സകലത്തെയും ത്യജിച്ചിരിക്കണം, സാക്രിഫൈസ് ചെയ്യണം. and he must sacrifice himself to redeem 4 somebody. കാര്യമാണ് പറഞ്ഞത്. There are 4 things to this. Number 1, ചാർച്ചക്കാരനായിരിക്കണം. he must be a relative. Number 2, അവന് he മനസ്സുണ്ടായിരിക്കണം. must have a heart to redeem. Number 3, അവൻ he സമ്പന്നനായിരിക്കണം. must be a rich man. Number 4, അവൻ സകലത്തെയും ത്യജിച്ച് നിന്നെ വീണ്ടെടുക്കാൻ he must റെഡിയായിരിക്കണം. be able to sacrifice himself and redeem you. ഇതുകൊണ്ട് And for this reason, ഏതാണ്ട് 1500 വർഷം 1500 years ago, ഇസ്രായേൽ മക്കളുടെ നടുവിൽ in the midst of Israelites, ദാവീദ് എന്ന് പറയുന്ന പാട്ടുകാരൻ പാടുകയാണ്. and David is singing this psalm. കൂട്ടുകാരനെ, സഹോദരൻ ശവക്കുഴി കാണാതെ ആർക്ക് രക്ഷിക്കാൻ പറ്റും? Who is the one who can save his friend from the grave? ആരവന് വീണ്ടെടുപ്പ് വില കൊടുക്കും? Who can give the redeeming price, redemption price? എന്നിട്ട് ദാവീദ് തന്നെ പറയുകയാണ്, And David himself says, ആരെ കൊണ്ടും കഴിയില്ല. nobody can pay a redemption price. പഴയ നിയമത്തിലെ പാട്ടുകാരൻ എന്നാ പറഞ്ഞത്? And what does the psalmist of the Old Testament say? വീണ്ടെടുപ്പ് വില നൽകാനോ, No, to pay the redemption price, വീണ്ടെടുക്കുവാനോ or to redeem somebody, ആർക്കും കഴിയില്ല. nobody can redeem his friend. വീണ്ടെടുക്കാനോ വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയില്ല. Nobody can redeem a friend by paying a price or with കാരണം himself. ഈ 4 യോഗ്യതകളുള്ള ഒരു വീണ്ടെടുപ്പുകാരനെ അവർ കണ്ടില്ല. They have never seen a redeemer with these 4 qualities. എന്നാൽ Amen. 2000 വർഷങ്ങൾക്ക് മുമ്പ് But 2000 years ago, യേശു ഈ ഭൂമിയിലേക്ക് വന്നു. Jesus came down to this world. വർഷങ്ങൾക്ക് പുറകിൽ And many years ago, ഒരു ആംഗ്ലിക്കൻ ബിഷപ്പിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, a journalist asked an Anglican bishop, ഈ 31,173 വാക്യങ്ങളുള്ള ബൈബിൾ, the Bible that is so full of the verses of promises of God, ഒറ്റ വാക്കിലൊന്ന് പറയാമോ? can you phrase it in one sentence? ഒറ്റ വാക്കിലൊന്ന് പറയാമോ? Can you phrase it in one sentence? ആംഗ്ലിക്കൻ ബിഷപ്പ് പറഞ്ഞു, And the Anglican bishop said, ഒറ്റ വാക്കിൽ പറയാം, if I can say it in one verse, ഇത് വീണ്ടെടുപ്പിന്റെ ചരിത്രമാണ്. this is the story of redemption. ഇത് വീണ്ടെടുപ്പിന്റെ ചരിത്രമാണ്. This is the story of redemption. ആമേൻ. ബൈബിൾ മുഴുവനും അതാണ് The പ്രഖ്യാപിക്കുന്നത്. Bible declares a story of the redemption. ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത, The first quality of a redeemer, അവൻ he ചാർച്ചക്കാരനായിരിക്കണം. must be a relative. നിങ്ങൾക്കറിയാമോ, Do you know, മനുഷ്യരാശിയെ മുഴുവനും വീണ്ടെടുക്കേണ്ടതിന് to redeem the whole of mankind, ദൈവം ചെയ്ത പദ്ധതി, what is his plan? ദൈവമായിരുന്നവൻ, God himself, ദൂതന്മാരുടെ ആരാധ്യ പുരുഷൻ, he is the one who is worshipped by angels, സ്വർഗ്ഗത്തെക്കാൾ ഉന്നതൻ, the one who is exalted in the heavens, 24 മണിക്കൂറും ആരാധനയ്ക്ക് he യോഗ്യനായവൻ, is the one who is worthy of worship 24/7, ദൈവത്തിന്റെ ഇമേജ് ആയവൻ, the one who is created in the likeness of God, സർവ്വ സൃഷ്ടിക്കും ആദ്യജാതൻ, the firstborn among all creation. ഈ മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ To redeem mankind, അവൻ ഈ മനുഷ്യന്റെ he ചാർച്ചക്കാരനായിരിക്കണം. must become one among us. അതിനെന്താണ് ദൈവം ചെയ്തെന്നറിയാമോ? So what did he do? വലിയ ദൈവം, This mighty God, വലിയ ദൈവം this mighty God, ചുരുങ്ങി 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 ഒരു സ്ത്രീയുടെ ഉദരത്തിനകത്ത് ജനിച്ചു. he shrank himself down to
into the womb of a woman. 10 മാസം ആ ഗർഭപാത്രത്തിൽ കിടന്നു. And he was in the 10 months in the womb of a woman. പ്രസവകാലം തികയാറായപ്പോൾ And after the period of pregnancy, സാധാരണ കുഞ്ഞ് ജനിക്കുന്നത് പോലെ അവൻ ജനിച്ചു. he was born like just another man. അവർ ആ സമയത്ത് വഴിയമ്പലത്തിലാണ്. And they are in the back streets of Jerusalem. അവര് സമയത്ത് വഴിയാത്രയിലാണ്. അവർ സത്രത്തിലായിരുന്നു. They are on a journey at that time. പക്ഷെ സത്രത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് But there was no room in the inn. അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടു. They sent him out from the inn. അവൻ എവിടെ പ്രസവിക്കപ്പെട്ടു എന്നറിയില്ല. We don't know where exactly he was given birth. ഒരുപക്ഷേ അവൻ വഴിയിലായിരിക്കാം He പ്രസവിക്കപ്പെട്ടത്. was born on the streets of Jerusalem. ആ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നു. And they carried the baby Jesus. കിടത്താൻ സ്ഥലമില്ല. There was no room to lay the baby down. അതുകൊണ്ട് കാലിത്തൊഴുത്തിലേക്ക് അവനെ കിടത്തി. And so he was laid down in a manger. കാലിത്തൊഴുത്തിലേക്ക് കിടത്തി. And he was laid down in a manger. ആ കാലിത്തൊഴുത്തിന്റെ മുതലാളി പോലും അതറിഞ്ഞില്ല. And the owner of the manger himself did not know. അവനാണെങ്കിലും തന്റെ കുഞ്ഞിനെ അവിടെ കിടത്തത്തില്ല. He himself wouldn't lay down his child in the manger. നോക്കിക്കേ, And look at the child. സകലത്തെയും സൃഷ്ടിച്ചവൻ, The God who created all of universe. ആദിയിൽ വചനമായിരുന്നവൻ, He was the word in the beginning. ദൈവത്തോട് കൂടെയായിരുന്നവൻ, The word was with God. ദൈവമായിരുന്നവൻ. And he was God. കണ്ടോ പശുത്തൊഴുത്തിൽ കാലികളുടെ ഇടയിൽ He കിടക്കുന്നത്. was born as a humble baby in the manger of a camel. അവിടെ നിന്ന് അവനെ എടുത്തു. And they carried him from there. അന്നത്തെ രാജാവ് അവനെ കൊല്ലാൻ നോക്കി. And the king tried to kill him. അവിടുന്ന് ഓടി മിസ്രൈമിലേക്ക് പോയി. So they ran from there to Egypt. 2-3 വർഷം അവിടെ താമസിച്ചു. 2-3 years they were there. അവിടുന്ന് തിരിച്ചു വന്ന് നസ്രേത്തിൽ പാർത്തു. And they came back from Egypt to Nazareth. അമ്മയ്ക്കും അപ്പനും കീഴ്പ്പെട്ടു. And he was submitted to his father and mother. സകല കടലിനെയും കയ്യിൽ വഹിക്കുന്നവൻ, The God who carries the oceans in his hands. സകല നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നവൻ, The one who creates the stars of heaven. സകല ഗ്രഹങ്ങളുടെയും ക്രമം തെറ്റാതെ അതിനെ നിയന്ത്രിക്കുന്നവൻ, The one who holds the universe by the word of his power. ആ ബേത്ലഹേമിലെ നസ്രത്തിലെ കൊച്ചു വീട്ടിൽ And that he is growing up in a small child. കടലിലെ വെള്ളത്തെ കയ്യിൽ വഹിക്കുന്നവൻ, The one who carries the waters of the oceans. ബക്കറ്റിനകത്ത് വെള്ളം എടുത്തോണ്ട് അമ്മയെ സഹായിക്കുകയാണ്. He's carrying a bucket of water and helping his mother. അവൻ നസ്രത്തിൽ കൂടെ നടക്കുകയാണ്. He's walking through the streets of Nazareth. 30 വയസ്സുവരെ Up until the age of 30. അവിടെ പാർത്തു. He resided in Nazareth. ഒരു മനുഷ്യനായി. As a man. എന്തിനാണ് ദൈവമേ നീ ഇത് ചെയ്യുന്നത്? Why are you doing this, God? എനിക്ക് ഇവരെ വീണ്ടെടുക്കണമെങ്കിൽ Because if we have to redeem mankind, എനിക്കൊരു മനുഷ്യനായി തന്നെ മാറണം. he has to be one among them, another man. 30 വർഷം 30 years. അവൻ അമ്മയ്ക്കും അപ്പനും കീഴ്പ്പെട്ടു. He was submitted to his father and mother. 30ാമത്തെ വയസ്സിൽ At the age of 30, സ്നാനപ്പെട്ടു. he was baptized. സ്വർഗ്ഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. The Holy Spirit came from heaven. 3.5 വർഷം 3.5 years. നാടെങ്ങും കാൽനടയായി സഞ്ചരിച്ചു. He walked among the streets of Galilee. രോഗികളെ സൗഖ്യമാക്കി, He healed the sick. ഭൂതങ്ങളെ പുറത്താക്കി, He cast out demons. മരിച്ചവരെ ഉയർപ്പിച്ചു. He raised the dead. ബൈബിൾ പറയുന്നു, The Bible declares 33.5 വയസ്സായപ്പോൾ 33.5 years. അവൻ മരണത്തെ ടേസ്റ്റ് ചെയ്തു. He tasted death on our behalf. Come on. നമ്മളൊക്കെ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലഡു ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി മരണത്തെ ഒരാൾ ടേസ്റ്റ് ചെയ്തു. അവന്റെ പേരാണ് യേശു. One who tasted death. എന്തിനാണ് ഇത്രയും പാടുപെട്ടത്? Why did he sacrifice so much? എന്തിനാണ് അവൻ ഇത് ഇത്രയും സഹിച്ചത്? Why did he endure so much? എന്തിനാ ഇത്രയും സഹിച്ചത്? Why did he endure so much? ഒറ്റ ഉത്തരം, Just one reason. എന്റെയും നിന്റെയും ചാർച്ചക്കാരനായി മാറാൻ. He wants to become a relative to you and me. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്, Because he has to be a partaker of flesh and blood. അവനും നമ്മളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. He became a partaker of flesh and blood. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. And he destroyed the one who has power over death. ജീവപര്യന്തം ഭയത്തിലിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. He redeemed everybody who was bound by fear.